ഫ്രോഡുകളായിട്ടുള്ള ആളുകൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. അവർക്ക് അവരെ ഭയമാണ്. നമ്മളുടെ കുട്ടിക്കാലത്ത് എപ്പോഴെങ്കിലും നമുക്ക് ബോറടിച്ചിട്ടുണ്ടോ? എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു തേടലുണ്ട്. ഈ തേടൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ ആനന്ദത്തിലേക്കാണ്. സന്തോഷം വേറെയാണ്, ആനന്ദം വേറെയാണ്. സന്തോഷമുള്ളവർക്ക് ആനന്ദം കിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയില്ല. കാരണം ഇതൊക്കെ സാധാരണക്കാരന് അപ്രാപ്യമാണ് എന്നുള്ളൊരു ഭാഷയാണ് ഇപ്പോൾ ചേട്ടൻ ഉപയോഗിച്ചത്. ആൾക്കാരുടെ വീക്ക്നെസ്സിനെ ബിസിനസ് ആക്കി മാറ്റാൻ ഏറ്റവും നല്ല പണിയാണ് സ്പിരിച്വാലിറ്റി. നമുക്ക് ഇഷ്ടംപോലെ ഹാപ്പി ഹോർമോണുകൾ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. പക്ഷെ നമ്മളുടെ ഉള്ളിൽ മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ചില ഹോർമോണുകളുണ്ട്. 4 ആൾക്കാർ നല്ലത് പറയുന്ന രീതിയിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾ അകത്ത് എന്തായാലും പ്രശ്നമല്ല. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നാണ് പുതിയ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. ശരിക്കും എന്താണ് മാമിന്റെ അഭിപ്രായത്തിൽ യോഗ? യോഗ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആസനാസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം എന്താ? ഫുഡ് കഴിക്കുകയാണ്. സുഗന്ധിമ, വെൽക്കം ടു ABC ടോക്ക്. ഞങ്ങൾ എന്ത് പറഞ്ഞ് പരിചയപ്പെടുത്തണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. 10-20 വർഷമായിട്ട് യോഗയിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മറ്റു നിരവധി കാര്യങ്ങൾ ചെയ്യുന്നു. അത് പ്രേക്ഷകർക്ക് നമുക്ക് പതിയെ പറയാം അല്ലേ? തുടങ്ങിക്കോ. അങ്ങയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എന്നെ ഏറ്റവും അധികം സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ്, നമ്മുടെ ശരീരത്തിൽ തന്നെ അമൃതും വിഷവും ഉണ്ടാക്കാൻ ശേഷിയുള്ള വലിയ സംഭവമാണ് നമ്മുടെ ശരീരം. അതെ. അപ്പോൾ എനിക്ക് അന്നേരം മുതൽ കാണുമ്പോൾ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. എങ്ങനെ അമൃത് ഉണ്ടാക്കാം, എങ്ങനെ വിഷം ഉണ്ടാക്കാതിരിക്കാം ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മളാൽ തന്നെ എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചിരിക്കുക. അത് ആദ്യം തന്നെ ചോദിക്കാൻ വിചാരിച്ചു. ശരി. നമ്മൾ ഇന്നത്തെ കാലത്ത് ലോകത്തിൽ ജീവിതത്തെ നോക്കിക്കാണുന്നത് വേറൊരു കാഴ്ചപ്പാടിലൂടെയാണ്. ഭാരതം എന്നും ആനന്ദത്തിൻ്റെ വഴിയായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. അത് പഞ്ചേന്ദ്രിയങ്ങളാൽ സംതൃപ്തമാക്കാൻ സാധ്യമല്ല എന്നുള്ളത് നമുക്ക് അനേകായിരം വർഷങ്ങൾക്ക് മുൻപേ അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഭാരതത്തിൽ ഇത്രയധികം മറ്റ് സമ്പ്രദായങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ഞാൻ ഒന്നുകൂടെ മനസ്സിലാക്കി ഒന്നുകൂടെ പറഞ്ഞോട്ടെ, കാരണം കേൾക്കുന്നവർക്കും. അതായത് നമ്മുടെ ശരീരത്തിൽ ആനന്ദം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതിന് ലിമിറ്റേഷൻ ഉണ്ടെന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത്? ഇപ്പൊ നിങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലാതൊരു തലം കണ്ടെത്തണം. ഉണ്ട് എന്നുള്ളതാണ്. കണ്ടെത്തുകയല്ല, ഉണ്ട്. അതുണ്ട്. പക്ഷേ നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ അത് ഓരോ ലെവലാണ്. ഇന്നത്തെ കാലഘട്ടത്തില് ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 4 ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. 4 ആൾക്കാരുടെ മുന്നിൽ എന്നുള്ളതിനേക്കാട്ടിലുപരി ഞാൻ എൻ്റെ മുന്നിൽ എന്താണ് എന്നുള്ളതിൽ നിന്നാണ് ഈ ഉത്തരത്തിലേക്ക് നമ്മൾ വരേണ്ടത്. നമുക്ക് ബാക്കിയുള്ളവരെയൊക്കെ പറ്റിക്കാൻ പറ്റും, നമ്മളെ പറ്റിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളല്ല നമ്മളെ പറ്റിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നാണ് പുതിയ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് 4 ആൾക്കാർ നല്ലത് പറയുന്ന രീതിയിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾ അകത്ത് എന്തായാലും പ്രശ്നമല്ല എന്നുള്ളതാണ്. അവിടെയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ പ്രസക്തി ഉള്ളത്. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു മാസ്ക് ആണെന്നാണ്. ഒറിജിനാലിറ്റി അല്ല അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഒറിജിനാലിറ്റി അല്ലേ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് അസാധ്യമായ സാധ്യതകളുടെ ഒരു സങ്കേതമാണ്. ഇപ്പോൾ നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ ഒക്കെ ഒരു കാലഘട്ടത്തിലാണ്, അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ നമ്മളിവിടെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമല്ലേ. അത് മനസ്സിലാക്കാൻ ഇപ്പം പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു സംഗീതം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയ സംസ്കാരത്തിലെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വൈകുന്നേരങ്ങളിലൊക്കെ വിളക്ക് വെച്ച് നാമം ജപിക്കാൻ പറയുന്ന ആളുകളാണ്. നാമം ജപിക്കുകയും പ്രാർത്ഥനയും രണ്ടാണല്ലേ? പ്രാർത്ഥിക്കാന്ന് ചോദിച്ചാൽ മറ്റേ മോഹൻലാലിന്റെ സിനിമയിലെ ഡയലോഗ് മാതിരിയാ. റിസർവ് ബാങ്കിന്റെ മുന്നിൽ പോയിട്ട് 10 രൂപ കടം ചോദിക്കാന്ന് പറയില്ലേ നമ്മള്. അതുമാതിരിയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം നമ്മളുടെ ഉള്ളിൽ സാധ്യതകളുണ്ട്. ഉറപ്പായിട്ടും. അതായത് വേറൊരാള് നമ്മളെ സഹായിക്കും, നമ്മളത് ചോദിച്ചുകൊണ്ടിരിക്കുകയും അപ്പുറത്തിരിക്കുന്ന ആൾ മണ്ടനാണ്, അയാളെ കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് അയാളെ അങ്ങ് സന്തോഷിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉണ്ണിയപ്പം, കുറച്ച് പാൽപ്പായസമൊക്കെ കൊടുത്ത്, കുറച്ച് ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് നമ്മൾ പറയണ കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഒരാളാണ് എന്നുള്ളൊരു അധകൃതമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയവും ഉണ്ടെന്ന് നടിക്കുന്ന ആൾക്കാരെല്ലാം ഇപ്പൊ അതാ ചെയ്യുന്നത്. നാമം ജപിക്കുന്നത് നമ്മളുടെ ഊർജത്തെ ഉണർത്താനും നമ്മളുടെ ഉള്ളിലുള്ള സാധ്യതയെ പുറത്തെടുക്കാനും വേണ്ടിയിട്ട്. പറഞ്ഞു വന്നതിന്റെ തത്വം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഈ അസാമാന്യമായിട്ടുള്ള കഴിവിനെ പുറത്തു കൊണ്ടുവരാനുള്ള സാധ്യതകളാണ്. അപ്പം ഈ വിഷവും അമൃതും ഉണ്ടാക്കുക എന്ന് പറയുന്ന ആ ഒരു സങ്കേതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. എൻ്റെ ഉള്ളില് സ്ട്രെസ് ഉണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചാൽ ലോകം എന്നെ എടുക്കുമോ എന്നുള്ളൊരു ഭയമുണ്ടല്ലോ.
ഈ ഭയത്തിൽ നിന്നാണ് ഈ ഒരു സാധനം വരുന്നത്. പക്ഷേ നമ്മളുടെ ഉള്ളിലുള്ള സ്ട്രെസ് എപ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്നോ ആ സമയത്ത് നമ്മളുടെ സ്ട്രെസ് ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ സ്ട്രെസ് ഹോർമോണുകളെല്ലാം തന്നെ നമുക്ക് വിഷമായിട്ട് ഭവിക്കും. ശരീരത്തെ നശിപ്പിക്കാനുള്ള സകല സങ്കേതങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. യൂസ്ട്രെസ്സും ഉണ്ട്, ഡിസ്ട്രെസ്സും ഉണ്ട്. എന്താണ് യൂസ്ട്രെസ്സും ഉണ്ട്, ഡിസ്ട്രെസ്സും ഉണ്ട്. ഓക്കെ, യൂസ്ട്രെസ്സിന്റെ പ്രത്യേകത എന്താ? എക്സാമിനേഷന് കുട്ടികൾക്ക് എന്ത് വേണം? സ്ട്രെസ് ഇത്തിരി വേണം. അതെന്താവണം? അതിനെ അതിജീവിക്കുന്ന ഒരു തലത്തിലേക്ക് വന്നാൽ മാത്രമാണ് ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മര്യാദയ്ക്ക് എക്സാമിനേഷൻ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ വീണുപോയാലോ പഠിച്ചതും കൂടെ ആ സമയത്ത് മറന്നുപോകും. സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ട്രെസ്സും, ഞാനെപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണം പുണ്യവും പാപവുമാണ്. പുണ്യം എന്ന് പറഞ്ഞുണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഉള്ളിൽ ഹാപ്പി ഹോർമോൺസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഒരു ആനന്ദം നമ്മൾ അറിയാതെ അനുഭവപ്പെട്ടു തുടങ്ങും. നമ്മുടെ ഉള്ളിൽ ആ ആനന്ദത്തിനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഒരു പിടി ചോറ് കൊടുത്താൽ മതി നമുക്ക്, അല്ലെങ്കിൽ ഒരു വിഷമിക്കുന്ന ഒരാളോട് 2 നല്ല വാക്ക് പറയാൻ പറ്റിയാൽ മതി നമുക്ക്. ഒരു വിഷമിക്കുന്ന ഒരാളെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ നമ്മളുടെ ഉള്ളിൽ ആ ആനന്ദം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഔഷധമാണ്. ഉള്ളിലുണ്ടാക്കുന്ന ഹാപ്പി ഹോർമോണുകൾ. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇഷ്ടംപോലെ ഹാപ്പി ഹോർമോണുകൾ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. പക്ഷെ നമ്മളുടെ ഉള്ളിൽ മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ചില ഹോർമോണുകളുണ്ട്. ആനന്ദമൈഡ് എന്നൊക്കെയാണ് ആര് പോലും വിളിക്കുന്നത്, സായിപ്പ് പോലും അതിനെ വിളിക്കുന്നത്. ഹൈപ്പോതാലമസിന്റെ ഉള്ളിലുണ്ടാകുന്ന ആനന്ദമൈഡ് എന്ന് പറയുന്ന ആ അമൃതിനെ ഉണ്ടാക്കണമെങ്കിൽ ആനന്ദമൈഡ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് വാക്കാണ്. ആനന്ദമൈഡ് എന്ന് തന്നെയാണ് അവരതിനെ കുറിച്ച് പറയുന്നത്. അമൃത് എന്ന് പറയുന്ന സാധനമാണ്. ഈ സാധനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരണമെങ്കിൽ നമുക്ക് പുറമേയുള്ള ഒരു ഷോ ഓഫും നടക്കില്ല. നമ്മൾ വലിയ വലിയ ചാരിറ്റികൾ നടത്തി അത് പിന്നെ പോഡ്കാസ്റ്റ് ചെയ്യുകയും, അതല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ചെയ്യില്ല, വാക്ക് തെറ്റിപ്പോയി, നമ്മൾ റീൽസ് ഒക്കെ ചെയ്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതല്ല അത്. ഒരു കാര്യം, ഈ ഹാപ്പി ഹോർമോൺസ് നമുക്ക് വാങ്ങാം എന്ന് പറഞ്ഞല്ലോ, അത് സെറാട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. അത് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ. പക്ഷെ അത് സാധാരണ മാനസിക രോഗികൾക്ക് കൊടുക്കുന്നതാണ്. പ്രതീക്ഷ അസ്തമിച്ചു പോയി, അവനതിങ്ങനെ ഓർത്തിരുന്നിട്ട്. അല്ല, ഞാനോടത്തെ ഈ സിന്തറ്റിക് ലഹരികൾ വല്ലതാണോ? സിന്തറ്റിക് ലഹരികളിൽ പലതിലും സംഭവിക്കുന്നത് ഇതാണ്. അവസാനം അവരുടെ ആ സ്വാഭാവികമായി അത് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുകയാണ്. ഞങ്ങൾ ആനന്ദത്തിലേക്ക് യാത്ര ഹാപ്പി ഹോർമോൺസ് അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇത് തനിയെ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ മസ്തിഷ്കത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ ഉയരുകയാണ് ചെയ്യുന്നത്. മസ്തിഷ്കം കുറേയും കൂടി പുനഃക്രമീകരിക്കുകയും പുനഃസൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. നാഡികൾ കൂടുതൽ കൂടുതൽ ആക്റ്റീവായിട്ട് മാറും. അപ്പോൾ ആ നാഡികൾ അല്ലെങ്കിൽ ഈ ന്യൂറോൺസിന് തന്നെ വ്യത്യാസം വരും. അപ്പോൾ ഒരേ താളത്തിൽ ജീവിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ വളരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അൽഷിമേഴ്സ് സാധാരണക്കാർക്ക് പൊതുവെ ബാധിക്കുന്നത് കുറവാണ്. ബൗദ്ധികമായ തലത്തിൽ ബുദ്ധിപരമായിട്ട് ഒരുപാട് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പ്രത്യേക താളത്തിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും. അവർക്ക് ആ പാറ്റേൺ മാറിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമാവും. പ്രോഗ്രാംഡ് ആണ്. നമ്മൾ അതുകൊണ്ട് എപ്പോഴും അങ്ങനെ വല്ലാതെ എന്താവരുതെന്ന് പറയും. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആവരുത്. അതെ. അപ്പൊ നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക്, അത് നമ്മളുടെ കംഫർട്ട് സോണായിട്ട് മാറും. നമ്മൾ ആ കംഫർട്ട് സോണിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ പാറ്റേണിന്റെ പുറത്തേക്കുള്ള ഏരിയയിൽ ബ്രെയിനിൽ ബ്ലഡ് സർക്കുലേഷൻ അസാധ്യമായി ബ്ലഡ് സർക്കുലേഷനെക്കാട്ടിലും അതൊരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ബ്ലഡ് സർക്കുലേഷനെക്കാട്ടിലുപരി അതൊരു വൈദ്യുത ഇൻപൾസസ് ആണ്. ഇത് സംഭവിക്കുന്നതിനെ വളരെ ശാസ്ത്രീയമായ തലത്തിൽ മനസ്സിലാക്കി വളരെ രസകരമായിട്ടാണ് ഭാരതത്തിലെ ആചാര്യന്മാർ നമുക്ക് തന്നിട്ടുള്ളത്. അതായത് ഈ സ്ക്വയർ വൺ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ പിന്നെയും ശങ്കരൻ തെങ്ങേല എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലുള്ള ആൾക്കാരിൽ ഇത് കൂടുതലായി അല്ലേ വരും. അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഭയങ്കര ബുദ്ധിജീവികളുടെ സ്ഥലങ്ങൾ പോയി കണ്ടിട്ടുണ്ടോ? അവർ താമസിക്കുന്ന സ്ഥലം വൃത്തികേടായിരിക്കും പൊതുവെ അല്ലേ? അവർ വളരെ അടുക്കും ചിട്ടയുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ കാലഘട്ടം, നമ്മളുടെ ജീവിക്കുന്ന സാഹചര്യം, നമ്മളുടെ ട്രെയിനിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇപ്പൊ കുറേയൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അവർക്ക് ആൾക്കാരുടെ ഇടയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും.
അവരുടെ മാത്രം ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്തായിരിക്കും അവർക്ക് അവരെ കിട്ടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമുള്ള ആളുകളായിരിക്കും. നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ സംസാരിച്ചിരുന്നു, ഫ്രോഡുകളായിട്ടുള്ള ആളുകൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. സംസാരിച്ചിരുന്നല്ലേ? ശരിയാ. കാരണം എന്താ? അല്ല, അവരുടെ ചിന്തകൾ അവർക്ക് അവരെ ഭയമാണ്. കറക്റ്റാണ്. അപ്പൊ ഈ കാര്യങ്ങൾ വരണമെങ്കിൽ എനിക്ക് ഞാനുമായിട്ടൊരു കൂട്ടുണ്ടായാൽ മാത്രമേ എനിക്ക് എന്നെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നും. അതായത് ബാക്കിയുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും എൻ്റെ വിഷയമല്ല, പക്ഷെ ഞാൻ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എളുപ്പമുള്ള കാര്യമല്ലല്ലോ അല്ലേ? എളുപ്പമാണ്. ഇതാണ് ശരിക്കും എളുപ്പം. അതായത് എനിക്ക് എനിക്ക് കറക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഞാൻ ശ്രമിക്കുന്നത് മുഴുവൻ എന്താ? എന്റെ ചുറ്റുമുള്ളവരൊക്കെ കുഴപ്പക്കാരാണ്, അവരാണ് ശരിയാണ്. എനിക്ക് ഞാൻ ചെയ്യണമൊക്കെ ശരിയല്ലേ? അതായത് നമ്മൾ ശരിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡെവലപ്മെന്റ്, ഇപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കണമെന്ന് വിചാരിക്കുക. അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ മൊബൈൽ എടുത്ത് വെച്ച് വെറുതെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങളോട് ആര് പറയും? ചെയ്യണത് ശരിയല്ല കേട്ടോ, ഞാൻ സമയം ചെലവാക്കി എന്ന് പറയില്ലേ? ചെറിയ ഉദാഹരണങ്ങളാണ് പറയുന്നത്. ലോകത്ത് എത്ര രാജ്യത്ത് സുഗന്ധി മാം ഇത്തരം ആൾക്കാരെ കോച്ച് ചെയ്തിട്ടുണ്ട്? ഗൾഫ് കൺട്രീസ് ഏകദേശം എല്ലാം, ഈജിപ്റ്റ്, ടർക്കി. ഇതൊരു ഭാരതീയ ചിന്താധാരയാണ് നമ്മളുടെ എന്ന് ചിന്തിക്കാം അല്ലേ? ഭാരതത്തിൽ ഇതിന് കുറേയും കൂടെ ആഴവും പരപ്പും പഠനവും നടന്നിട്ടുണ്ട്. എല്ലായിടത്തും ഇതിനെക്കുറിച്ചുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട്. പക്ഷെ അവര് ജീവിച്ചു വന്ന ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാശുള്ള ആൾക്കാരുടെ ഇടയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ശ്രദ്ധ എന്ന് പറയുന്നത് ഇനി എന്താണ് എന്നുള്ളതാണ്. കാരണം അവർക്ക് പഞ്ചേന്ദ്രിയങ്ങളാൽ അനുഭവിക്കേണ്ട സകലതും അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോച്ചബിൾ ആണോ? അവര് വളരെ പെട്ടെന്ന് ഈ സാധനത്തിലേക്ക് വരും. കാരണം നമ്മൾ അതിലായിരിക്കെ നമ്മളുടെ സാന്നിധ്യം പോലും അവർക്ക് ആനന്ദം തരും. ആനന്ദം എന്നൊരു അവസ്ഥയിലാണോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. നമുക്കില്ലേ സ്വർഗത്തിൽ സന്തോഷമായിട്ടിരിക്കാൻ വളരെ എളുപ്പമാണ്, ശരിയല്ലേ? സ്വർഗത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം. പക്ഷേ നരകത്തിൽ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ? നരകത്തിൽ സന്തോഷത്തെ ഇരിക്കുന്ന ആൾ സാത്താൻ മാത്രമല്ലോ. ചുമ്മാ തമാശ. ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചതാണ്. നരകം എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല, എനിക്കറിയില്ല. കാരണം അത് അങ്ങനെയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ മുന്നിലുള്ളപ്പം അവരുടെ വിശ്വാസത്തെ നമുക്ക് എതിർക്കാൻ പറ്റില്ല. സുഖ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ സന്തോഷം? സൗകര്യങ്ങളെക്കാട്ടിലുപരി ഇന്നത്തെ കാലത്ത് സുഖ സൗകര്യങ്ങൾ വളരെ കുറച്ച് ആൾക്കാർക്കേ ഇല്ലാത്തതുള്ളൂ, ശരിയല്ലേ? എല്ലാവർക്കും അത്യാവശ്യം സുഖ സൗകര്യങ്ങളുണ്ട്, ശരിയല്ലേ? പക്ഷെ പ്രശ്നങ്ങളാണ്. ഒരു പ്രശ്നം നമ്മളുടെ മുന്നിൽ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആനന്ദത്തിലാണോ അല്ലയോ എന്നുള്ളത്. പിന്നെ ആ ആളുകളുടെ പ്രസൻസ്, ആർക്കാണോ ആനന്ദമുള്ളത് ആ ആളുകളുടെ പ്രസൻസ് മറ്റുള്ള ആളുകൾക്ക് തനിയെ ആനന്ദം ഉണ്ടാക്കും. എന്താണോ ഉള്ളിലുള്ളത് അതേ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാനുള്ള വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പൊ ഇത് നമുക്ക് ആർജിക്കാൻ കഴിയുന്നത് ധ്യാനത്തിലാണോ, യോഗയിലാണോ, പ്രാർത്ഥനയിലാണോ, എന്തിലാണ് നമുക്ക് ഇതെല്ലാം ഈ കാണുന്ന സംഭവങ്ങളെല്ലാം തന്നെ അതിനുള്ള ടൂളുകൾ മാത്രമാണ്. ഇപ്പോൾ യോഗയെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഞാൻ യോഗ എന്ന് പറയുന്നതിനെ കാണുന്നത് മറ്റൊരു കാഴ്ചപ്പാട്, സാധാരണ ഇന്ന് ലോകം കാണുന്ന കാഴ്ചപ്പാടിലൂടെയേ അല്ല ഞങ്ങളൊന്ന് യോഗ പഠിച്ചിട്ടുള്ളത്. അതേസമയം ഇന്ന് യോഗ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളും ഇപ്പൊ മനസ്സിൽ വിചാരിച്ചത് എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും വളയുക, ഇരിക്കുക, കിടക്കുക. ഇതേ അല്ല യോഗയിലൂടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഉള്ളിലുള്ള ശാരീരികവും മാനസികവും വൈകാരികവും ആധ്യാത്മികവുമായിട്ടുള്ള ഒരു വളർച്ചയുണ്ട്. ഈ വളർച്ച നമുക്ക് നമ്മളിൽ ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവിടെ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒറ്റ ആളേ ഉള്ളൂ, അത് ഞാനാണ്. പക്ഷെ അതൊന്നും ആളുകൾ പറഞ്ഞു തരുന്നില്ലല്ലോ. ഇപ്പൊ നമ്മളൊരു യോഗയ്ക്ക് പോകണം, ഒരു ക്ലാസ്സിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു യോഗ മാറ്റ് മേടിക്കണം, ഡ്രസ് മേടിക്കണം. ഞാൻ ഇതാണ് പറഞ്ഞു തരുന്നത്. കുടിക്കാൻ കുപ്പി മേടിക്കണം. അതെന്താന്ന് വെച്ചാ ഇന്നത്തെ കാലത്ത് യോഗയുടെ ബിസിനസ് ലെവല് കൂടി.
ലോകത്തിൽ നമ്മൾ ട്രില്യൺസ് മില്യൺസിന്റെ ഒക്കെ എന്താണ് ബിസിനസ്സാണ്. അപ്പൊ അവർക്ക് കാണിക്കാനുള്ളത് എന്താ? ആസനാസ് ആണ്, അല്ലെങ്കിൽ ശ്വാസം എടുത്ത് വിടുന്നതാണ്. ഇത് കാണിക്കാനുള്ള ഇത് മുഖം മാത്രമാണ് യോഗയുടെ. അതായത് യോഗ എന്ന് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയാണ് സത്യത്തിൽ സംഭവിക്കേണ്ടത്. അതുകൊണ്ടാണ് പലരും പറയാറുള്ളത് മൂലാധാരം അല്ലെങ്കിൽ ചക്രങ്ങൾ തുടങ്ങുന്നത് ഇവിടെയാണെന്നൊക്കെ ചില ആൾക്കാർ പറയണ കേട്ടിട്ടില്ലേ? ഇതിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിന്റെ ആഴത്തിലും പരപ്പിലേക്കും ഇറങ്ങി ചെല്ലാൻ പറ്റണം. 7 വർഷത്തെ ആസന നിത്യനിരന്തരമായി ചെയ്തതിന് ശേഷമാണ് നല്ലൊരാചാര്യൻ എന്ത് ചെയ്യുന്നത്? പ്രാണായാമത്തിലേക്ക് ഒരാളെ പരിചയപ്പെടുത്തുന്നത്. അതുവരെ ശ്വസന പ്രക്രിയകൾ മാത്രമാണ് ഒരാൾ പഠിപ്പിക്കുക. ആസനസിദ്ധി വന്നതിന് ശേഷമാണ് ഒരാൾ എന്ത് ചെയ്യേണ്ടത്? പ്രാണായാമത്തിലേക്ക് കടക്കേണ്ടത്. ശ്വസന ക്രിയകൾ ചെയ്യാം. അതായത് ബ്രീതിങ് എക്സസൈസ് വേറെയാണ്, പ്രാണായാമം വേറെയാണ്. അതുവരെ നിങ്ങൾ ചെയ്യുന്ന ഒരു ശ്വാസവും ഈ മൂക്കിൻ്റെ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് ലങ്സിലേക്ക് അല്ലാതെ പോവില്ല. പിന്നെ ഓക്സിജനേഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമുക്ക് ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രാണായാമത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ശ്വാസം പോവാതെ പിന്നെ എന്താ സംഭവിക്കുക? ശ്വാസകോശത്തിലേക്ക് തന്നെയാണ് പോവുക. ശ്വാസം എയർ പോകുന്നത് ശ്വാസകോശത്തിലേക്കാണ്. നമ്മളുടെ ഈ ഭാഗത്തായിട്ട് ഫിസിക്കലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ സെല്ലാ ടേഴ്സിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. എത്തിമോയിഡ് എന്നൊക്കെ പറയുന്ന ഒരു പാത്രം പോലെയുള്ള സാധനം. അത് നമ്മൾ ഇത് ബ്രെയിൻ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിയാൽ ഈ ഭാഗത്തായിട്ട് നമ്മളെ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇരിക്കുന്നില്ലേ, അതിന്റെ ഭാഗത്തായിട്ടാണ് ഉള്ളത്. ഈ ഭാഗം ആ ഭാഗത്ത് കാൽസ്യം മറ്റ് ബയോവേസ്റ്റുകളൊക്കെ വന്നിട്ട് എന്തായിട്ടുണ്ടാവും? അടഞ്ഞിട്ടുണ്ടാവും. ഇത് കളയാനാണ് പല പല പ്രാക്ടീസുകൾ, ഷഡ്ക്രിയകൾ ചെയ്യും, ശുദ്ധീകരണ ക്രിയകൾ ചെയ്യും. അതായത് കപാലഭാതി, പിന്നെ നേതി, ധൗതി, വസ്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ആന്തരികാവയവങ്ങളെ ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഈ ഭാഗത്തെ ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. ക്രിയകളാണ് ഇതൊക്കെ. എക്സസൈസ് ആണോ? ഇതൊക്കെ ചെയ്യാനുള്ളതാണ്, ഫിസിക്കലി ചെയ്യാനുള്ളതാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ, അത് ചെയ്തു തുടങ്ങി, ഈ ഞാനിപ്പോൾ ഒട്ടിക്കുന്ന പൊട്ടല്ല, കുങ്കുമമാണ്. ഈ കുങ്കുമത്തിൽ നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ, ചെറുനാരങ്ങ, പിന്നെ മറ്റു ചില സാധനങ്ങൾ. അത് ഓരോരുത്തരും ഡിപ്പെൻസ് ആണ്. അത് എന്ത് പ്രാക്ടീസ് ആണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ചില ഔഷധങ്ങളായിരിക്കും, ചിലപ്പോൾ സുഗന്ധദ്രവ്യങ്ങളായിരിക്കും, ചിലപ്പോൾ നെയ്യായിരിക്കും, നറുനെയ്യായിരിക്കും. അത് എന്താണ് അവരുടെ പ്രാക്ടീസ് എന്താണോ അതിനനുസരിച്ചായിരിക്കും അത് ചെയ്യുക. അപ്പോൾ ഇത് മെല്ലെ തുറക്കാൻ തുടങ്ങും. ഇത് തുറന്ന് നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് വൈറ്റൽ ഫോഴ്സ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ എട, പിങ്കള, സുഷുമ്ന എന്നൊക്കെയുള്ള നാഡികളുണ്ട്. ഈ നാഡികളെ മുഴുവൻ, അത് 3 നാഡികളല്ല, പ്രധാനമായിട്ടും ഈ നാഡികളാണുള്ളത്. ഈ നാഡികളെ കൂടുതൽ ആദ്യം ശുദ്ധീകരിക്കും, പിന്നെ അതിനെ ബലപ്പെടുത്തും. അതിനുശേഷമാണ് അതിലേക്ക് പ്രാണന്റെ നമുക്ക് ആയാമം ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷെ പറയുമ്പോൾ നമ്മൾ പറയും ആ ശ്വാസത്തിന്റെ കണക്കാണ് പറയുക. കാരണം അതാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന കാര്യം അന്നത്തെ കാലത്ത്. പക്ഷെ ഇന്ന് ശാസ്ത്രം ഇത്രയും ഡെവലപ്പായ സമയത്ത് നമുക്ക് ശരിക്കും പുതിയ ജനറേഷൻ ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന സാങ്കേതികത്വം നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾ അവരെ അന്ധവിശ്വാസങ്ങളായിട്ടല്ല പഠിപ്പിക്കേണ്ടത്. നമുക്കിതിനെ എന്തിനായിരുന്നു നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തത്, എല്ലാ സമ്പ്രദായങ്ങളും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതിലൊക്കെ ഒരു മനുഷ്യന്റെ ഡെവലപ്മെന്റ്, ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, ഒരു സ്പിരിച്വലി ഉണ്ടാകുന്ന ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള സമ്പ്രദായങ്ങളാണ് എല്ലാ മതങ്ങളും എല്ലാ സമ്പ്രദായങ്ങളും എല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ശ്വാസം എടുക്കുന്ന സമയത്ത് ഈ വൈറ്റൽ ഫോഴ്സ് ആണ് പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അതാണ് പ്രാണൻ എന്ന് പറയുന്നത്. അതായത് പ്രാണൻ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ ചലനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഫോഴ്സാണ്. അതായത് ഞാൻ ഉള്ളിലേക്ക് ശ്വാസം എടുക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു പ്രാണബലം ഉള്ളിൽ ഉണ്ടായാൽ മാത്രമേ എനിക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ? ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള സങ്കേതമെങ്കിലും നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഈ പ്രാണനെ സ്വീകരിക്കുന്നത്. അല്ല, ഇപ്പം മാം പറഞ്ഞ ഒരു രീതി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു രീതി എന്ന് പറയുന്നത്
നമുക്ക് ഉള്ളിലേക്ക് സഞ്ചരിക്കാൻ കൂടുതൽ കഴിഞ്ഞാൽ, നമുക്ക് ആനന്ദം എന്നൊരവസ്ഥയിൽ എത്താൻ കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമുക്ക് വേണ്ടുന്ന അമൃത് ഉൽപ്പാദിപ്പിക്കും. ഇല്ലെന്നേ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും പഴയ ആൾക്കാർ പറഞ്ഞ ആ സാധനത്തിലേക്ക് പോകും. കാരണം ഇതൊക്കെ സാധാരണക്കാരന് അപ്രാപ്യമാണ് എന്നുള്ളൊരു ഭാഷയാണ് ഇപ്പോൾ ചേട്ടൻ ഉപയോഗിച്ചത്. ശരിയല്ലേ? അതായത് ഉള്ളിലേക്ക് ഇരിക്കുക, എനിക്ക് ചുറ്റും ഇത്രയും പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ഭർത്താവിനെ നോക്കണം, എൻ്റെ കുട്ടികളെ നോക്കണം, എൻ്റെ ജോലി നോക്കണം, അതിൻ്റെ ഇടയ്ക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എവിടെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള സമയം എന്നാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചോദ്യം. ഇത് സാധാരണ ജീവിതത്തിൽ നമുക്ക് തോന്നുന്നതാണ്. നമ്മളായിരിക്കണം ഏറ്റവും മുകളിൽ നിൽക്കേണ്ടത്. ഇതിന് റോക്കറ്റ് സയൻസ് ആയിട്ട് കാണരുത്. ശങ്കരാചാര്യർ ഇങ്ങനെ സംഭവിച്ചു, ശരി, ശങ്കരാചാര്യരുടെ പ്രതിമ വെച്ച് അങ്ങ് പൂജിച്ച മൂപ്പരങ്ങ് അനുഗ്രഹിക്കും. എന്തൊരു മണ്ടത്തര! ശങ്കരൻ അത് പറ്റിയാൽ എന്തുകൊണ്ട് എനിക്ക് പറ്റിക്കൂടാ? അല്ലെങ്കിൽ എൻ്റെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പാകത്തിന് അവരെ തയ്യാറാക്കി എടുക്കാൻ എൻ്റെ ഇന്നത്തെ ജീവിതം എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതെ, ഇത് തന്നെയാണ് ഇന്നത്തെ തലമുറ നമ്മളോട് ഓരോ കാര്യങ്ങളിലും ചോദിക്കുന്നത്. ഇത് ചോദിച്ചാൽ ഉത്തരം പറയാൻ ആർക്കറിയാം? അതാണ് വിഷയം. നമ്മുടെ അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ ഇന്ന ആചാരം, നമ്മുടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഈ പുതിയ പിള്ളേർ ഇതിനെന്ന് പറയുന്ന ചോദ്യങ്ങൾ ഉത്തരം പറയാനില്ലാത്തത് നമ്മളുടെ പഴയ തലമുറ കൊടുക്കുന്ന ഉത്തരത്തിൽ അവർ കൺവിൻസ്ഡ് അല്ല. കാരണം അവര് എന്താ പറയാ, അവരുടെ ബൗദ്ധിക തലം വളരെ വലുതാണ്. നമ്മളെക്കാട്ടിലൊക്കെ എത്രയോ മുകളിലാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ബുദ്ധി ഇരിക്കുന്നത്. പക്ഷെ അവർക്ക് പ്രാക്ടിക്കൽ നോളജ് ഇല്ല, അവർക്ക് ഇമോഷണൽ കോഷനും കുറവാണ് താരതമ്യേന. ശരിക്കും എന്താണ് മാമിന്റെ അഭിപ്രായത്തിൽ യോഗ? ഞാൻ എപ്പോഴും പറയാറുള്ള ഉത്തരം ഇതാണ്: ആനന്ദമാണ് യോഗ. ആനന്ദം കിട്ടുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള എന്ത് നിങ്ങൾ ചെയ്താലും അതിനെ യോഗം എന്ന് പറയും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിക്ക് സഹായിക്കുന്ന എന്തും യോഗമാണ്. അതായത് ഈ ന്യൂറോൺസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സും യോഗമാണ്. അതല്ലാതെ നിങ്ങൾ തലകുത്തി നിന്നോ, നിങ്ങൾ ഗർഭപിണ്ഡാസനം എന്നൊക്കെ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, കയ്യും കാലൊക്കെ എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അത് എക്സസൈസ് ആണ്, വളരെ മനോഹരമായിട്ടുള്ള എക്സസൈസുകളാണ്. അപ്പൊ എക്സസൈസ് അല്ല യോഗ, എക്സസൈസും കൂടിയാണ് യോഗ. അപ്പൊ എനിക്ക് ആനന്ദം എന്താണെന്നും കൂടി അറിയണം. അതായത് യോഗ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആസനാസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം എന്താ? ഫുഡ് കഴിക്കുന്ന സമയത്ത് നല്ലതുപോലെ അതിൻ്റെ മണത്തെയും അതിൻ്റെ രുചിയെയും ഓരോ ബൈറ്റും നിങ്ങൾ ആസ്വദിച്ചുകൊണ്ട് കഴിക്കുകയാണെങ്കിൽ അത് യോഗമാണ്. അതൊരിക്കലും നിങ്ങളുടെ ശരീരത്തിന് എന്ത് തരില്ല? ദോഷം തരില്ല. കാരണം അവിടെ നിങ്ങളുടെ വേഗസ് എന്ന് പറയുന്ന നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആകും. ഞങ്ങൾ അതിനെ ഗുരുനാഡി എന്നാണ് വിളിക്കുക. അത് ആക്റ്റീവ് ആവും. അത് നിങ്ങൾക്ക് അത്രയും ആനന്ദത്തോടു കൂടി ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ പ്രശ്നം എന്നറിയോ, ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഞാൻ പറയും പോലെ കയ്യിലൊരു മൊബൈൽ ഫോണും വെച്ച് ഇത് കഴിക്കുന്നതിനല്ല ഞാൻ പറയണത്. നമ്മൾ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ആ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആനന്ദിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കാലത്തിനെയും ദേശത്തിനെയും മറക്കുന്നുണ്ടെങ്കിൽ അത് യോഗമാണ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം യോഗമാക്കി മാറ്റാൻ പറ്റും. അതാണ് യോഗം. എന്ന് പറയുന്നത് ഈ സാധനം അവിടെ സംഭവിക്കും. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സാധനം അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. കൃത്യമായി ചവച്ചരച്ച് അതിന്റെ ആ ഓരോ ബൈറ്റും നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കഴിക്കുന്നതിന്റെ പകുതി പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം ഇതിനൊരു മതി ഉണ്ട്. അതാണ് പഞ്ചേന്ദ്രിയങ്ങളുടെ സുഖത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് മടുക്കും, എല്ലാം നമുക്ക് മടുക്കും. പക്ഷെ ഉള്ളിലേക്ക് സഞ്ചരിച്ചു നോക്കൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നമ്മളുടെ കുട്ടിക്കാലത്ത് എപ്പോഴെങ്കിലും നമുക്ക് ബോറടിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ നിങ്ങളുടെ ഒക്കെ മക്കളെ, ചെറിയ കുട്ടികള് ബോറടിക്കണോ അമ്മ, ബോറടിക്കണോ അച്ഛാ എന്ന് പറയും. കാരണം അവർ കൂടുതൽ പുറത്തേക്കാണ് ശ്രദ്ധ. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് നമ്മളുടെ സങ്കേതങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ ഒരു ലോകം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. ഇപ്പൊ അതിനുള്ള സാഹചര്യം മറ്റു മീഡിയകൾ കൂടുതൽ അവർ കാണുന്നത് കൊണ്ടും മറ്റ് സങ്കേതങ്ങൾ അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടും, അല്ലെങ്കിൽ അവരുടെ കൂടെ കളിക്കാനുള്ള ക്ഷമ ഇന്നത്തെ പാരൻസിന് ഇല്ലാത്തത് കൊണ്ടും അവർക്കില്ല. ഉത്തരം ക്ലിയർ ആയോ? അല്ല, ഞാനതിനെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് കാര്യം. ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ചെയ്യുന്നതിൽ അതുകൊണ്ടാണ് ലോകത്ത് എല്ലായിടത്തും ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ടെങ്കിലും ഭാരതത്തിൽ ഉണ്ടായിട്ടും വേണ്ടാത്തവൻ ഉണ്ടായിട്ടുണ്ട്. ആനന്ദം ആർജിക്കാൻ കഴിയുന്നവർക്ക് അവര് മാത്രം മതി.
അവർക്ക് ഈ പറയുന്ന ഒന്നും വേണ്ട. വാല്യൂ അഡീഷൻസ്, വീട്, കാറ് അല്ലെങ്കിൽ പണം, അത്തരം സാധനങ്ങൾ ഒന്നും വേണമെന്നില്ല. അപ്പൊ നമ്മൾ ആനന്ദത്തിലേക്ക് എത്തി വേഗസ് നെർവ് ആക്റ്റീവ് ആയാൽ നമ്മുടെ ശരീരത്തിന് വേഗസ് നെർവ് ആക്റ്റീവ് ആക്കാൻ വളരെ എളുപ്പമാണ്. നന്നായിട്ട് ഇരുന്നാൽ മതി. അതായത് നമുക്ക് നമ്മള് നല്ലതാണ് എന്ന് തോന്നുന്ന ഒരു നിമിഷം ഉണ്ട്. ഇവിടെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല, അറിയില്ല, നമുക്ക് അറിയില്ല. നമ്മളുടെ കൂടെ നമ്മൾ കുറച്ചു നേരം ഇരിക്കുന്നില്ല. നമുക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്ന് നമുക്കറിയില്ല. ബാക്കിയുള്ളവർ കുട്ടിക്കാലം മുതൽ പറഞ്ഞു തരും, ഇങ്ങനെ പഠിക്കണം, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് ജോലി നേടേണ്ടത്, ഇങ്ങനെയാണ് പഠിക്കുന്നത്. എന്തിനാ? ജോലി നേടാനാണ്. ഭാരതത്തിന്റെ സമ്പ്രദായത്തിൽ ആദ്യം കത്തിവെച്ചത് അവിടെയാണ്. വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി ഇല്ല, അഥവാ ക്യൂരിയോസിറ്റി കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ തല്ലിക്കെടുത്തുന്ന കുറെ ആളുകളാണുള്ളത്. സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കുന്നത് പോലും എന്തിനു വേണ്ടിയിട്ടാ? എക്സാം എഴുതാൻ വേണ്ടിയിട്ടാ. ആ പോർഷൻ മാത്രമേ എക്സാമിന് വരൂ, അതുകൊണ്ട് അത് പഠിച്ചാൽ മതി. ഒരു നല്ല നോവല് ഏറ്റവും വൃത്തികേടാക്കാൻ അതൊരു പാഠപുസ്തകമാക്കിയാൽ മതി. ശരി, എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു തേടലുണ്ട്. ഈ തേടൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ തേടൽ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ആനന്ദത്തിലേക്കാണ്. പക്ഷെ അത് ആനന്ദത്തിലേക്കാണെന്ന് പോലും ആൾക്കാർ അറിയുന്നില്ല എന്നുള്ളതാണ്. അത് ജോലിയിലേക്കും കാറിലേക്കും വീടിലേക്കും അതൊക്കെ കിട്ടുമ്പോൾ ആനന്ദം, നമുക്കത് ഫുൾഫിൽമെന്റ് ഉണ്ടാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാർ മേടിക്കുമ്പോൾ ആനന്ദം ഉണ്ട്, പക്ഷെ അത് തീരും, അത് തീരും എന്നുള്ളതാണ്. അത് കിട്ടി, കാറ് കിട്ടി. ഇപ്പൊ നിങ്ങള് ഓഡി ആണെങ്കിലും ബെൻസ് ആണെങ്കിലും നിങ്ങൾ ഓടിക്കുന്ന കാറ് വാങ്ങാനുള്ള ആ കാലഘട്ടം വരെ നിങ്ങൾക്ക് അതിനു വേണ്ടി വർക്ക് ചെയ്യാനും, അത് കിട്ടി ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിന്റെ തീരും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് അവിടെ തന്നെ ഉണ്ട്. അത് ആർക്കും ഇത് എടുത്തോണ്ട് പോകാൻ പറ്റില്ല. പക്ഷെ മറ്റു സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ അതിൽ നമ്മളുടെ ആനന്ദത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആനന്ദം പോയി. അപ്പൊ ആ ആനന്ദത്തിലേക്കുള്ള നമുക്ക് എത്താൻ പറ്റുന്ന എളുപ്പമാർഗങ്ങളെ കോച്ച് ചെയ്യുന്ന ഒരു ലൈഫ് കോച്ച് എന്ന് താങ്കളെ വിളിക്കാം അല്ലേ? എളുപ്പമാർഗം എന്നുള്ളത് ഡിപ്പെൻസ് ഓൺ ദി പേഴ്സൺ ആണ്, ആരാണ് അപ്പുറത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ അമിതമായി ബിസിനസ് ഇതിലേക്ക് കടന്നു പോകുന്നുണ്ടല്ലോ ഇപ്പൊ യോഗയിലേക്ക്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള യോഗ ക്ലാസ്സുകള്, ക്യാമ്പുകള്, കുണ്ടലിനി വിത്തിൻ 10 minutes. അതെ അതെ, അങ്ങനത്തെ കുറെ കുണ്ടലിനി വിത്തിൻ 10 minutes. അല്ല, ഈ വക കാര്യങ്ങളൊക്കെ ഇതിനെ ശരിക്കും കൊല്ലുന്നുണ്ടോ? ഈ ഒരു എന്റെ ഒരു ഗുരു പറഞ്ഞൊരു ഉത്തരവുണ്ട്. ഞങ്ങളൊക്കെ ഈ ട്രഡീഷണൽ യോഗ പ്രാക്ടീഷണേഴ്സിന് ഈ പുതിയ ട്രെൻഡ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബേജാറുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഗുരു പറഞ്ഞിട്ടുള്ളൊരു ഉത്തരം എങ്ങനെയാണ്? ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഉണ്ടാകുന്ന ആളുകൾക്ക് അവരെ വഴി നയിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ വരും. അതായത് എങ്ങനെയാണോ ശിഷ്യന്മാർ രൂപപ്പെടുന്നത് അതിനനുസരിച്ചാണ് ഗുരുക്കന്മാരുണ്ടാവുക എന്നുള്ളതാണ്. തിരിച്ചല്ല. എങ്ങനെയാണോ ശിഷ്യന്മാർക്ക് അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാൻ ആൾക്കാർ വേണ്ടേ? ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ഉണ്ടാവും. അതായത് ഇതാണ് അവർക്ക് വേണ്ടത്. മറ്റേ കോടിക്കണക്കിന് രൂപയ്ക്കാണ് മുത്തുകളും മറ്റ് രുദ്രാക്ഷങ്ങളും ഒക്കെ വിൽക്കപ്പെടുന്നത്. ഇതൊക്കെ ഇട്ട് കാരണം ഒരു വിഭാഗത്തിന് വലിയ അന്ധവിശ്വാസങ്ങളുണ്ട്. അവർക്ക് ലോജിക്കൊന്നുമില്ല. ഇങ്ങനെ ഒരു സാധനം വരും, കണ്ണു കൊണ്ടു, അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്തു ഇതാക്കി, അതിന് വരാതിരിക്കാൻ വേണ്ടി ഇന്നതാണ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് സംഭവമായിട്ട് നടക്കുകയാണ്, എനിക്ക് പെട്ടെന്ന് ബിസിനസ്സിലൊരു പ്രശ്നം വന്നു, അപ്പൊ ഇത് ചെയ്താൽ മതി. അതായത് ആൾക്കാരുടെ എന്താ പറയുക വീക്ക്നെസ്സിനെ ബിസിനസ് ആക്കി മാറ്റാൻ ഏറ്റവും നല്ല പണിയാണ് സ്പിരിച്വാലിറ്റി. സ്വർണം വിറ്റ് പൂജ നടത്തുന്നവരുണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. ഇത്രയും വിലയുള്ള പൂജകൾ എനിക്ക് പക്ഷേ ഈ പൂജകളെ കുറിച്ചോ അതിന്റെ മന്ത്രവാദത്തിന്റെ താത്വികമായിട്ട് അത് എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആകുന്നത് അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ. അതിനൊന്നും കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആളല്ല. പക്ഷെ ഈ ആളുകളുടെ വീക്ക്നെസ്സിനെയാണ് പലപ്പോഴും ഈ പറയുന്ന ആളുകൾ എടുത്ത് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു കൊടുക്കും. ഈ യോഗ പഠിക്കാനായിട്ട് യമനിയമങ്ങൾ ചെയ്യണമെന്നോ എന്തോ ഒരു സംഭവം നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യോഗം തന്നെ പലതരത്തിലുള്ള യോഗങ്ങളുണ്ട്. അതിൽ അഷ്ടാംഗ യോഗത്തിനെ കുറിച്ചാണ് അങ്ങ് പറയുന്നത്. യമനിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഉള്ളിലുള്ള സംസ്കരണമാണ്. നമ്മൾ പറഞ്ഞു ആനന്ദത്തിലേക്കുള്ള വഴിയാണ് യോഗം എന്ന് പറയുന്നത്. ഈ യമനിയമങ്ങളൊക്കെ എടുത്ത് നോക്കി നോക്കൂ. യമനിയമത്തില് അഹിംസ, സത്യം, സ്ഥേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. നിയമത്തില് ശൗചം, സന്തോഷം, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം, തപസ്, ഈശ്വരപ്രണിധാനം. ഈ 10 നിയമങ്ങളും യമങ്ങളുമാണ്. ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ എല്ലാം തന്നെ
കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾക്ക് പാലിക്കുമ്പോഴാണ് നമുക്ക് സമാധാനത്തിൽ നമുക്ക് ഈ സാധനങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുക. അതിൽ അടുത്ത ലെവലാണ് എന്തെന്ന് പറയുന്നത് ആസനാസ്. യമനിയമങ്ങൾ പാലിക്കുന്ന ഒരാൾക്കാണ് ആസനാസ് ചെയ്യേണ്ടത് അഷ്ടാംഗത്തിൽ. യോഗം എന്ന് പറയുന്ന എല്ലാ യോഗത്തിലും ഇത് വേണമെന്നല്ല പറയുന്നത്. ഇത് സാധാരണ മനുഷ്യന്, അഷ്ടാംഗയോഗം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യന് എങ്ങനെ ഇത് പ്രാക്ടിക്കലാക്കി കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ച് പതഞ്ജലി മഹർഷി എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ് ഈ അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് അഷ്ടാംഗയോഗം വേറെയാണ് കേട്ടോ, കേട്ടിട്ടുണ്ടോ അറിയില്ല. അഷ്ടാംഗ വിന്യാസ എന്നൊക്കെ പറയുന്നത് അഷ്ടാംഗ ഹൃദയം ആയുർവേദ സമ്പ്രദായമാണ്. അഷ്ടാംഗ യോഗത്തില് ഇന്ന് മോഡേണൈസ് ചെയ്തിട്ടുള്ള ഹൃദയത്തിന്റെ ഭാഗമാണോ യോഗം, അതോ സെപ്പറേറ്റ് ആണ്? തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ്. അഷ്ടാംഗ ഹൃദയം ടോട്ടലി ആയുർവേദമാണ്, ഇത് യോഗശാസ്ത്രമാണ്. അപ്പോ പിന്നെ യോഗശാസ്ത്രവും ചികിത്സയുടെ ഭാഗവുമാണ്. പക്ഷെ അത് ചികിത്സകർ അത് അത്ര കാര്യമായിട്ടും അത്ര സീരിയസ്നെസ് ആയിട്ട് അതിനെ ഉപയോഗിക്കുന്നില്ല. അതിന് വേറെ സമ്പ്രദായങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും. എല്ലായിടത്തും യോഗയൊക്കെ നടക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലും പല ആയുർവേദ കേന്ദ്രങ്ങളിലും യോഗ പ്രാക്ടീസുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ആകെ ഇവർ വരുന്നത് 21 ദിവസത്തെ ട്രീറ്റ്മെന്റിനോ 14 ദിവസത്തെ ട്രീറ്റ്മെന്റിനോ 7 ദിവസത്തെ ട്രീറ്റ്മെന്റിനോ 9 ദിവസത്തെ ട്രീറ്റ്മെന്റിനോ ഒക്കെ. ആ സമയം കൊണ്ട് എന്താ ഇവർക്ക് കൊടുക്കുക? അതായത് ചികിത്സയുടെ ഭാഗമായിട്ട് യോഗ തെറപ്പികളുണ്ട്. ഇപ്പൊ ഞാൻ യോഗ തെറപ്പിയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ യോഗ തെറപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഈ അഷ്ടാംഗ യോഗയുടെ ആവശ്യമില്ല. അവിടെ ആ ശരീരത്തെ മനസ്സിലാക്കി, വാതവിത്ത കഫങ്ങളുടെ നില മനസ്സിലാക്കി, അവർക്ക് എവിടെയാണ് കുഴപ്പം എന്ന് മനസ്സിലാക്കി അവർക്ക് ഈ ആസനാസും മറ്റ് ക്രിയകളും ഒക്കെ ചെയ്ത് അവരെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം. യമ എന്നൊരു പേരിട്ട് ചെയ്യേണ്ടതും ചെയ്യാൻ ഡോൺസ് ആൻഡ് ഡൂസ് ആണ്. അതാണ് ഞാൻ ഈ പറഞ്ഞ 10 കാര്യങ്ങൾ. അതായത് അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഇതാണ് യമം. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ല, യമ എന്ന പേര് കേൾക്കുമ്പോൾ കാലൻ എന്നുള്ളൊരു വ്യാഖ്യാനം. യാമം തിരിച്ചിട്ടാൽ യമനാവും. യാമം എന്താ? കാലമാണ്. യമം എന്ന വാക്കിന് ഒത്തിരി വേറെ അർത്ഥങ്ങളുണ്ട്. ചെയ്യേണ്ടത്, നിയമം എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ രാജ്യത്തിന്റെ വരെ പേരുണ്ട് സതീഷ്. യമൻ. ഞാൻ ഏറ്റവും പേടിക്കുന്നത് യമൻ മന്തി എന്ന യമൻ പ്രിപ്പയർ ചെയ്ത ഞാൻ പറയാറില്ല യമൻ കുഴിമാന്തി. അതെ. അപ്പൊ നിങ്ങൾ യമൻ എന്ന് കേൾക്കുമ്പോ കാലൻ എന്നുള്ളൊരു ചിന്ത വേണ്ട, കാലമാണ് അല്ലെ? കാലമാണ്. അതെ, ഇതില് ചെയ്യേണ്ടത്, മറ്റേത് ചെയ്യാൻ പാടില്ലാത്തത്. ശുചിയായിട്ടിരിക്കണം, അതായത് വൃത്തികേടായിട്ട് നടക്കാൻ പാടില്ല. ശൗചം, സന്തോഷമായിട്ടിരിക്കണം. അതായത് യോഗം പ്രാക്ടീസ്, അതായത് നിങ്ങൾ ഈ ആസന പ്രാക്ടീസ് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് പോകുമ്പം അവർക്ക് ആദ്യം വേണ്ട ക്വാളിറ്റിയാണ് എന്തെന്ന് പറയുന്നത് സന്തോഷം. എനിക്ക് സന്തോഷമുണ്ട്, പിന്നെ ഞാൻ എന്തിനാ യോഗയ്ക്ക് വേണമെന്ന് ചോദിക്കരുത്. സന്തോഷം വേറെയാണ്, ആനന്ദം വേറെയാണ്. സന്തോഷമുള്ളവർക്ക് ആനന്ദം കിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഇത് ആനന്ദം എന്ന അവസ്ഥ ഒരു പക്ഷെ ആനന്ദത്തിലെത്തിയാൽ തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും. അതാണ്, ആനന്ദമുള്ളവൻ ഇങ്ങനെ ചലച്ചോണ്ട് നടക്കില്ല. അതായത് നിറകുടം തുളുമ്പില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അവരൊന്നും അങ്ങനെയൊന്നും ഇതിനെ കുറിച്ചൊന്നും അവർ പറയില്ല. കുഞ്ഞുങ്ങള് ഇങ്ങനെ ചിരിച്ചോണ്ട് കാലും അതെ, അവരുടെ അവസ്ഥ ആനന്ദമാണ്. കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? അവർക്ക് ഉറങ്ങണം, അവര് മൂലാധാരത്തിലാണ് ഇരിക്കുന്നത്, പക്ഷെ അപ്പോഴും അവർ ആനന്ദത്തിലാണ്. മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യന്റെ സ്വതസിദ്ധമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഈ ആനന്ദമാണ്. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ. അതായത് ഈ ഒരു അവസ്ഥ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ടപ്രദക്ഷിണം മുഴുവൻ നടത്തുന്നത്. പക്ഷെ ഓടുന്നതിന്റെ ഇടയിൽ മറന്നു ഞാൻ എന്തിനാ ഓടുന്നത്. അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ ഇതുണ്ട്, വീട്ടിലേക്ക് പോകാൻ ഗൂഗിൾ മാപ്പ് ഇട്ടാലേ പറ്റൂ. എക്സാക്ട്ലി, അതാണ്. എല്ലാ ദിവസവും ഗൂഗിൾ മാപ്പ് ഇട്ട് വീട്ടിൽ പോകുന്ന ഞാൻ ബ്ലോക്ക് ഉണ്ടോന്ന് അറിയാനോ, വഴി ഇതൊക്കെ എവിടെയാണ് പഠിപ്പിക്കണേ? അല്ലെ എന്തായാലും ഇപ്പോ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മാമുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഞാനിപ്പോ കുറെ കാലങ്ങളായിട്ട് ഇന്ത്യയിൽ പഠിപ്പിക്കുന്നില്ല, പക്ഷേ താമസിയാതെ ഞങ്ങൾ വീണ്ടും തുടങ്ങും. ഇന്ത്യക്കാരെ അവഗണിക്കുന്ന ശരി അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ സങ്കേതങ്ങളുണ്ട്. പിന്നെ ഇങ്ങനൊരു ആവശ്യവുമായിട്ട് വരുന്ന ആളുകൾ വളരെ പ്രൈവറ്റ് ആയിട്ട് വന്ന് ചെയ്യാവുന്ന ഒരു കാരണം ഞാൻ പകുതി സമയം ഇവിടെയും പകുതി സമയം വേറൊരു രാജ്യത്തുമാണ്.
അപ്പം എനിക്കൊരു കണ്ടിന്യൂറ്റി വേണം. പൊതുവെ ആളുകളോട് നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതിനൊരു ആത്മാർത്ഥതയോടുകൂടി അവരുടെ കൂടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പം അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു സങ്കല്പം എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. താമസിയാതെ നമുക്ക് ശ്രീസ്വാമി വൈദ്യഗുരുകുലം പെരുമ്പാവൂരിൽ നമ്മൾ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ നമുക്കവിടെ എന്നെ കോണ്ടാക്ട് ചെയ്താൽ, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് കൂടിയ ശീഘ്രം തുടങ്ങാൻ സാധിക്കും എന്ന് വിചാരിക്കും. അപ്പൊ ആനന്ദത്തിലേക്കുള്ള വഴി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞു തരാനും പറ്റില്ല. അല്ല, അത് നിങ്ങൾ ആനന്ദത്തിലേക്കുള്ള വഴി കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. വെളിച്ചം കാണിച്ചു തരാൻ പറ്റും. ഞാൻ ഇനി ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ എന്റെ ആനന്ദം കണ്ടെത്തും. അതെ അതെ, അങ്ങനെ ഓരോരുത്തരും അതാണ് എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ അപ്പൊ നമുക്കില്ലേ. പക്ഷെ ഈ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ഇങ്ങനെയാണ് തുടങ്ങുക. ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്വഭാവം നമുക്ക് ഇഷ്ടമുള്ളിടത്തത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഭാരതത്തിൽ എപ്പോഴും വിദ്യാഭ്യാസ സമ്പ്രദായത്തില് അവരായി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുക. ഒരു നല്ല മനുഷ്യനെ ഏറ്റവും നല്ല മനുഷ്യനായിട്ടും ഒരു കള്ളനെ ഏറ്റവും നല്ല കള്ളനായിട്ടും ട്രെയിൻ ചെയ്യുന്ന രീതിയായിരുന്നു ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. കാരണം അവന്റെ ജീനിൽ എന്താണുള്ളത്, അവന്റെ ജനറ്റിക്സ് മെമ്മറി എന്താണ് സ്വാംശീകരിച്ച് വെച്ചിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, അതിനനുസരിച്ച് മാത്രമാണ്. അതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഈ ഡെവലപ്മെന്റ് നമ്മൾ ഇപ്പം എൻ്റെ ഡെവലപ്മെന്റിനനുസരിച്ച് അടുത്ത ഡെവലപ്മെന്റിലേക്ക് പോകണമെങ്കിൽ ഞാൻ ഇവിടെ എന്തെങ്കിലും പണിയെടുത്താലേ അടുത്ത തലമുറയ്ക്ക് അത് കൊടുക്കാൻ പറ്റും. അതായത് ഞാൻ എൻ്റെ ആ ഒരു വളർച്ച, എൻ്റെ ഈ പറഞ്ഞ മസ്തിഷ്കത്തിലുണ്ടായിട്ടുള്ള, എൻ്റെ ഹോർമോൺസിലുണ്ടായിട്ടുള്ള, എൻ്റെ ക്രോമസോംസിലുണ്ടായിട്ടുള്ള ഈ ഒരു ഡെവലപ്മെന്റ് ആണ്. നമ്മളിപ്പോൾ പറയാറില്ലേ, ഇത് തലമുറയായിട്ട് കിട്ടുന്ന പല രോഗങ്ങളെ കുറിച്ചും പറയാറില്ലേ, ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും. ഇതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ പറയണ കേട്ടിട്ടില്ലേ, അയ്യോ ഞാനത് ചെയ്യില്ല, എൻ്റെ കുട്ടികൾക്കും മക്കൾക്കും ഒക്കെ അത് അനുഭവിക്കേണ്ടി വരും എന്ന് പറയണ കേട്ടില്ല. പിതാവിൻ്റെ പാപം പുത്രന്മാരിലേക്ക് എത്തപ്പെടുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഇത് ഇങ്ങനെയൊക്കെയാണ് എത്തുന്നത്. അതായത് നമ്മളുടെ ഈ ഒരു മാറ്റം, ശാരീരികവും മാനസികവും ഒക്കെ ആയിട്ടുള്ള മാറ്റം അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ ഞാൻ നന്നായിരുന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ മക്കളെ നല്ല രീതിയിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ എങ്ങനെയായാലും കുഴപ്പമില്ല, അവർ നന്നായിട്ട് വരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഈ വിദ്യ നമ്മൾ മര്യാദയ്ക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് മര്യാദക്കാരല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതായത് ഞാൻ എങ്ങനെയായാലും കുഴപ്പമില്ല, ഞാൻ കള്ളത്തരം കാണിക്കുമ്പോൾ ഞാൻ പുറത്ത് കാണിക്കുന്ന കള്ളത്തരത്തിനെക്കാട്ടിലും ഞാൻ എന്നോട് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രെയിൻ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ആ സമയത്ത് എനിക്കൊരിത്തിരി സമാധാനമോ സന്തോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടമൊക്കെ ഉണ്ടാവും. പക്ഷെ പിന്നീട് ഞാൻ മാത്രമാണ് ഇത് അനുഭവിക്കേണ്ട ഒരാൾ. അപ്പം നമുക്ക് ആനന്ദത്തിലേക്ക് കൂടുതൽ ആൾക്കാർക്ക് എത്താൻ കഴിയട്ടെ. ആനന്ദമയമാവട്ടെ. നന്ദി, നമസ്കാരം. നമസ്കാരം.